71 മീറ്റർ നീളമുള്ള തീവണ്ടി 30 km/h വേഗത സ്പീഡ് വന്നിട്ടുണ്ട്. 229 മീറ്റർ നീളമുള്ള പാലം കടന്നു പോകുന്നതിന് എത്ര സമയം എടുക്കും? അപ്പോൾ പാലത്തിൻ്റെ ദൂരവും പിന്നെ ട്രെയിനിൻ്റെ ദൂരവും കൂടാണ് ആകെ ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് നമുക്ക് km/h വന്നിട്ടുള്ളത് ചെറിയ യൂണിറ്റ് ആക്കണം. മീറ്റർ/സെക്കൻഡ്, മിനിറ്റ് സെക്കൻഡും ഒക്കെയാണ് ഉത്തരം ഓപ്ഷന്. അപ്പോൾ നമ്മൾ 5/18 ഇട്ട് ഗുണിക്കണം. 30 × 5/18 വെച്ച് തട്ടി 6 3 6 5, അതായത് 25/3 മീറ്റർ/സെക്കൻഡ്. നമുക്കിത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആകെ ദൂരം എത്ര? 400 മീറ്റർ. പാലമാകുമ്പോൾ പാലത്തിൻ്റെ ദൂരം കൂടെ കൂട്ടണം. 400 മീറ്റർ ബൈ 25/3 മീറ്റർ/സെക്കൻഡിലാക്കിയാൽ, അതായത് 400 ഗുണം തിരിച്ചിട്ട് ഗുണിക്കണം. ഫ്രാക്ഷൻ ആകുമ്പോൾ ഹരിക്കുന്നത് 25 5 80. ഇപ്പോൾ 16 ഗുണം 3 48 സെക്കൻഡ് എന്നാണ് ഉത്തരം. ഇവിടെ ഓപ്ഷനിലെല്ലാം തെറ്റാണ്. 48 സെക്കൻഡ്. ആകെ ദൂരം കാണാൻ ട്രെയിനിൻ്റെ ദൂരവും പാലത്തിൻ്റെ ദൂരം കൂടെ കൂട്ടി 400 മീറ്റർ. സ്പീഡ് km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ 5 യൂണിറ്റ് ആക്കാൻ 5/18 ഗുണിക്കുക. മീറ്റർ/സെക്കൻഡിനെ വലിയ യൂണിറ്റ് ആക്കണമെങ്കിൽ 18/5 ഇട്ട് ഗുണിക്കുക. അപ്പോൾ ടൈം കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് മീറ്റർ/സെക്കൻഡ്. ഇവിടെ തിരിച്ചിട്ട് ഗുണിക്കുക. 48 സെക്കൻഡാണ് വരുന്നത്. ഇവിടെ ഓപ്ഷനെല്ലാം തെറ്റാണ്.